ദില്ലി മദ്യനയ അഴിമതി കേസിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബി.ആർ.എസ് നേതാവുമായ കെ കവിത അറസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിലെത്തി ജൂബിലി ഹിൽസിലെ വസതിയിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. കവിതയെ ദില്ലിക്ക് കൊണ്ടുപോകും. അതേസമയം കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ ഹാജരാകണമെന്ന ദില്ലി സെഷൻസ് കോടതി. ഇഡിയുടെ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന കെജ്രിവാളിന്റെ ഹർജി കോടതി തള്ളി. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നോബിൾ, ഇപ്പോൾ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇ ഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനും കുരുക്ക് മുറുകയാണ്. ദില്ലി മദ്യനയ അഴിമതിയിൽ ബി.ആർ.എസ് നേതാവ് കെ കവിതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കവിതയുടെ വസതിയിൽ ഇന്നുൾപ്പെടെ രാവിലെ മുതൽ തന്നെ റെയ്ഡുകൾ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കവിതയെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിത ഉൾപ്പെട്ട സൗത്ത് ഗ്രൂപ്പ് 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് കോഴയായി നൽകി എന്തായിരുന്നു ഇതിലെ ആരോപണം. ഇത് ബന്ധപ്പെട്ട് മലയാളി വിജയ് നായർ അടക്കമുള്ളവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്താണ് കവിതയിലേക്ക് ഈ അന്വേഷണം നീളുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. നേരത്തെ പല ഘട്ടങ്ങളിൽ കവിതയെ ഇ.ഡി ചോദ്യം ചെയ്യാമെങ്കിലും കവിത ഈ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. എന്താണെങ്കിലും കവിതയുടെ അറസ്റ്റ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, ഈ അറസ്റ്റ് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇനിയിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ദില്ലിയിലേക്ക് കവിത എത്തിച്ച് ചോദ്യം ചെയ്യിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കേസിൽ CBI കേസിലും കവിത പ്രതിയാണ്. എന്താണെങ്കിലും കവിതയെ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും കവിത ഹാജരാകാത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ എല്ലാ സമൻസിലും ഹാജരാകാതിരുന്ന അരവിന്ദ് കെജ്രിവാൾ നാളെ ഇപ്പോൾ കോടതിക്ക്, അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. ഈ കോടതിയിൽ ഹാജരാകുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ നൽകിയ ഹർജി ഇന്നിപ്പോൾ ദില്ലി സെഷൻസ് കോടതി തള്ളി. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനുള്ള ഇഡിയുടെ ഹർജിയിലായിരുന്നു ഈ കോടതി സമൻസ് നിലനിന്നത്. ഏതാണെങ്കിലും നാളെ അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ ഹാജരാകുകയാണ്. മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ പല ഘട്ടങ്ങളിൽ സമൻസ് അയച്ചെങ്കിലും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരായില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഇഡി ഈ കേസിൽ കോടതിയെ സമീപിച്ചത്. അരവിന്ദ് കെജ്രിവാൾ നാളെ തന്നെ ഇഡിക്ക് മുന്നിൽ കോടതിയിൽ ഹാജരാകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഓൺലൈനായി ഈ കോടതിയിൽ ഹാജരായി. പിന്നീടാണ് കോടതി ഈ മാസം 16-ലേക്ക്, അതായത് നാളത്തേക്ക് ഈ കേസ് മാറ്റുകയും അരവിന്ദ് കെജ്രിവാളിനോട് നേരിട്ട് ഈ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്താണെങ്കിലും മദ്യനയ അഴിമതിയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് കുറുക്ക് മുഴുകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബി.ആർ.എസിന്റെ കെ കവിത അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വിവരങ്ങൾ നൽകിയത്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ കെ കവിത അറസ്റ്റിലായിരിക്കുകയാണ്. കേജ്രിവാളിന്റെ ഹർജിയും കോടതി ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.